മിഥ്യ സത്യമായിരിക്കുന്നു. നീ എന്നെ നിർബന്ധപൂർവം നിന്റെയും കൃഷ്ണന്റെയും പ്രേമകഥ മുഴുവനും കേൾപ്പിച്ചു. ഇന്നിപ്പോൾ എനിക്ക് തന്നെ ഞാൻ അശോകല്ലെന്ന് തോന്നി തുടങ്ങി. കാന്ത, ഞാൻ 2 ദിവസമായി നിന്നെയും കാത്തിരിക്കുകയാണ്. ഇന്ന് നീ വന്നില്ലെങ്കിൽ വീണ്ടും ഞാൻ പഴയ അവസ്ഥയിൽ എത്തിച്ചേരും. ഇന്നുവരെ ഞാൻ കണ്ടതെല്ലാം, ഞാൻ ചിന്തിച്ചതെല്ലാം മിഥ്യയായിരുന്നുവെന്ന് ഞാൻ കരുതും. തോന്നലായിരുന്നുവെന്ന് കരുതും. തീർച്ചയായും ഇതിനായിരുന്നുവെങ്കിൽ പിന്നെ എനിക്ക് എന്തിനെന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറഞ്ഞു തന്നു? നീ വന്നേ മതിയാകൂ കാന്ത, വന്നേ മതിയാകൂ. പ്രിയതമേ, എന്നോട് ക്ഷമിക്കൂ. ജീവിച്ചിരിക്കുന്നവർക്ക് ആത്മാവിന്റെ വേദന മനസ്സിലാവില്ല. കാന്ത, ഇന്ന് ഞാൻ നിന്റെ ജ്യേഷ്ഠത്തി സ്വർണലതയെ കണ്ടു. അവരുടെ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു. ഞാൻ ധർമ്മസങ്കടത്തിലായി. അവർ എന്നോട് ചോദിച്ചു, അതായത് കൃഷ്ണനോട് ചോദിച്ചു, കാന്ത എവിടെയെന്ന്. കാന്തയും കൊണ്ട് കൃഷ്ണൻ ഒളിച്ചോടിയെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എനിക്കൊന്നും അറിയില്ലല്ലോ, ഒന്നും ഓർമ്മയില്ല. പക്ഷെ കാന്ത, നീ ആത്മാവാണല്ലോ, നിനക്കെല്ലാം അറിയാമല്ലോ, ശരിയല്ലേ? എന്നോട് പറയൂ, സത്യം എന്താണ്? എല്ലാം പറയാനാണ് വന്നത്. കൃഷ്ണനെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അംഗീകരിച്ചതിൽ സന്തോഷം. അതെ, ഈ മന്ദിരം ഇത് മാത്രമല്ല, ഭവാനിപൂരിലെ ഓരോ മണൽത്തരിയെക്കുറിച്ചും എനിക്ക് ഓർമ്മ വരുന്നു. എല്ലാം മെല്ലെ മെല്ലെ ഓർമ്മ വരുന്നു. നിനക്കെന്നോടുണ്ടായിരുന്ന അനുരാഗവും. പക്ഷെ കൃഷ്ണ, നാം തമ്മിലുള്ള അനുരാഗം എനിക്കും നിങ്ങൾക്കും സമ്മാനിച്ച അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. എല്ലാം ഞാൻ പറയാം. എന്റെ പ്രിയതമ, നോക്കൂ, എന്റെ കൃഷ്ണ, നോക്കുന്നേ. എന്റെ ഹൃദയം ഞാൻ ഒരാൾ എഴുതിയ തുറന്നു കാട്ടാൻ ഭയപ്പെടുന്നു. എങ്കിലും ഈ മനസ്സ് നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രമാണ്. നവാബ് സാഹിബിന്റെ കൃപാകടാക്ഷങ്ങൾ എനിക്ക് മേലുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ എന്തുകൊണ്ടോ ഭയമാണ്. അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അവഗണിച്ചുകൊണ്ട് എന്റെ സ്നേഹസമ്മാനമായി പനിനീർപ്പൂ സ്വീകരിക്കൂ. നിങ്ങളെ കാണുമ്പോൾ ഹൃദയം പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ജന്മമെന്ന്. പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ മനസ്സിൽ വല്ലാത്ത സംഘർഷമുണ്ടാകുന്നു. ഞാൻ വെറുമൊരു നർത്തകി, പക്ഷെ നിങ്ങളോ ഉന്നത കുലജാതൻ. എല്ലാം മറക്കാൻ ശ്രമിക്കട്ടെ. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സ്വന്തം കാന്ത. നിങ്ങളുടെ നാട്ടിൽ ചന്ദ്രനെ അമ്പിളി എന്ന് പറയുമോ? ഞങ്ങളുടെ നാട്ടിൽ ചന്ദ്രൻ ചന്ദ്രൻ മാത്രമാണ്. ചന്ദ്രൻ ആകാശത്ത് നിൽക്കുന്നു, പക്ഷെ ചന്ദ്രൻ കമിതാക്കൾക്ക് മേൽ പാലൊളി തൂകുന്നു. കാന്ത തന്നെ പറയൂ, സ്നേഹ സാമ്രാജ്യത്തിൽ ജാതിമത ചിന്തകൾക്ക് സ്ഥാനമുണ്ടോ? പക്ഷെ ലോകർ എന്തു പറയും? അത് സ്വന്തം വീക്ഷണത്തിന്റെ പ്രശ്നമാണ്. എന്റെ സ്നേഹ സാമ്രാജ്യത്തിൽ ഇവയ്ക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. പക്ഷെ എന്റെ ഹൃദയവികാരം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും? എന്റെ പ്രേമം സഫലമായില്ലെങ്കിൽ
ഇനിയും എന്റെ ഹൃദയത്തുടിപ്പ് മനസ്സിലായില്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാനാണ് എന്റെ തീരുമാനം. ദയവ് ചെയ്ത് മരണത്തെക്കുറിച്ച് സംസാരിക്കരുത്. കാന്ത, ഒരു കാര്യം എനിക്ക് നന്നായി അറിയാം. നവാബിന് നമ്മുടെ പ്രേമത്തെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ എല്ലാം അവസാനിക്കും. പക്ഷെ ഞാനിത് വാക്ക് തരുന്നു, മരണത്തിന് മാത്രമേ നമ്മെ വേർപെടുത്താനാകൂ. മരണത്തിന് മാത്രം. കാറ്റടിച്ചപ്പോൾ അതിലുയർന്ന ധൂളിക്ക് ആകാശം തന്നെ കൈയടക്കാൻ മോഹം. തെരുവിലെ യാചകനെ രാജാവുമായി ഏറ്റുമുട്ടാൻ ആവേശം. ആ യാചകനെ നമ്മുടെ മമതയാണ് ഇവിടത്തെ കലാകാരനായി വാഴിച്ചത്. നമ്മുടെ വലിയ മനസ്സ് മൂലം രാജപണ്ഡിതർക്കൊപ്പം ഉപവിഷ്ടനാകാൻ അവസരം നൽകിയപ്പോൾ അവൻ എല്ലാം തന്നെ മറന്ന് നമ്മെ വെല്ലുവിളിച്ചിരിക്കുന്നു. അവൻ എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു. എനിക്കൊന്നേ അറിയാനുള്ളൂ, അവൻ ആരാണ് ധൈര്യം പകർന്നത്? അവന്റെ ഈ ഉദ്യമത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഹുസൂർ നവാബ് സാഹിബ്, എനിക്കുള്ളതെല്ലാം അങ്ങ് നൽകിയതാണ്.